ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആദ്യം സ്പോഞ്ച് വെച്ച് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അതിൽ കുറച്ച് സംഭവങ്ങൾ ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പോവാം. ആദ്യം ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട്. ട്രേയിലേക്ക് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ട്രേയിലുള്ള ബ്ലാക്ക് ഇതിലേക്ക് എല്ലാം അടിച്ചു കൊടുത്തിട്ട് അതിനോട് ബാക്ക് മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഉണങ്ങാൻ വേണ്ടി ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് വീട്ടിലൊന്നും പിടിക്കാത്തത്. ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിൽ അപ്പോൾ ഇനി ഉണങ്ങാൻ സമയം നമ്മൾ സ്പോഞ്ച് വെച്ച് ഫുള്ള് കവർ ചെയ്ത് ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബഡ്സാണ്. ബഡ്സ് എടുത്തിട്ട് ഞാൻ മുമ്പ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത അതേ സംഭവം തന്നെ ചെയ്ത് കൊടുക്കണം. ബഡ്സ് കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഇത് ചെയ്യേണ്ട എന്തെന്ന് വെച്ചാൽ ആദ്യം ഇത് നമുക്ക് നല്ല ഇവിടെ ഞാൻ സ്പോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത് ചെറിയതായിട്ട് ആയില്ല. അപ്പോൾ നമുക്ക് നല്ല ഉണങ്ങിയ ഭാഗം എടുത്തിട്ട് അവിടെ ഫസ്റ്റ് ഇത് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യാനായിട്ട്. ഉണങ്ങിയ ഭാഗത്ത് ഫസ്റ്റ് ഇത് കൊടുത്തിട്ട് ചെയ്യണം. ഇനി നമുക്ക് ഉണങ്ങിയ ഭാഗത്ത് കൊടുക്കുന്നത് ഞാൻ ശരിക്കും ഇനി ഈ കുപ്പിക്കകത്ത് നമ്മൾ വൈറ്റ് ബഡ്സ് വെച്ചിട്ട് വേണ്ട ഒരു ബഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ഡോട്ട് കറക്റ്റ് കുറച്ച് സ്ഥലങ്ങളിൽ ഇട്ടുള്ളൂ. അതിനിട്ടതിന് ഈശോയുള്ള ഫൈനൽ ലുക്കിന് അതിൻ്റെ മുകളിൽ കൂടെ ഫ്ലവേഴ്സ് വരച്ചു. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വൈറ്റ് ഡോട്ട് ഇട്ടിട്ട് നോക്കാം. ഞാൻ വൈറ്റ് ഡോട്ട്സ് ഇടാനായിട്ട് കുപ്പി തുറക്കും. വൈറ്റ് കളർ ഇവിടെ സെറ്റാക്കി എടുത്തു. ഇനി ഞാനിത് സൈഡിലായിട്ട് കുറച്ച് ബഡ്സ് വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതെടുത്ത് അടിയിലോട്ട് വയ്ക്കുക. ശേഷം ഇവിടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇട്ട് ഫൈനലി കാണാൻ സൂപ്പറായി. അത്രയേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറച്ച് അതെന്തേ അങ്ങനെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി എടുത്തു. ഈ ബ്ലാക്ക് കാണിച്ചിട്ട് ഞാനെല്ലാം കൂടി നേരത്തെ മേളിൽ എടുത്ത് വെച്ചിട്ട് കാണിച്ചത് ഇച്ചിരി ഇതുകൊണ്ടാണ് ഞാനൊക്കെ ഇതിൻ്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ തോന്നുന്നത്. ഇത് അങ്ങനെ ഞാൻ എൻ്റെ ഡോട്ട്സ് ഒക്കെ ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഫൈനൽ ആയിട്ട് ഡോട്ട് ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. ഇനി നമുക്കിതിൽ പൂ വരയ്ക്കാം. ഒരു പൂ ഞാൻ അങ്ങനെ വരയ്ക്കുന്നത് കാണിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ വേണം ഇതിൽ നിങ്ങൾക്ക് വരയ്ക്കാം. അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല, പക്ഷെ എല്ലാത്തിലും നല്ലൊരു ലുക്ക് ഇടുന്നതായിട്ട് വേണം വരയ്ക്കാൻ. അപ്പോൾ ഇനി ഒരു പൂ ഞാൻ ഒരെണ്ണത്തിൽ ചെയ്ത് കാണിക്കാമെന്ന് പറഞ്ഞു. ഞാനൊരു ബഡ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേണ്ടൊരു ഇഷ്ടപ്പെട്ടൊരു കളർ എടുക്കണം. ഞാൻ ആദ്യമേ യെല്ലോയാണ് എന്ന് വെച്ചാൽ ഇതായിട്ട് ചേരുന്നുണ്ട്. എന്നിട്ട് ഈ ബഡ്സിൽ വെള്ള പെയിൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ചെയ്യാം. അപ്പം ഇവിടെ ആയിട്ട് ഇഷ്ടമുള്ളവരടുത്ത് ഒരു വെള്ളത്തിൻ്റെ അടുത്തായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്ത ലിമണല്ലോ കേട്ടോ. ഇഷ്ടമുള്ളൊരു എല്ലാം എടുത്താലും മതി. പ്രത്യേകിച്ച് കളേഴ്സൊന്നുമില്ല. ഇതിൻ്റെ കൂടെ ചേരുമെന്ന് തോന്നുന്നൊരു കളറാണ് എടുക്കാം. അപ്പോൾ ഇതേപോലെ കുറേ പൂക്കൾ ചെയ്യാം. പിന്നെ എനിക്ക് ഫുള്ള് വരച്ചിട്ട് ഞാൻ കാണിച്ചില്ല.
ഇതാണ് ഈ കുപ്പിയുടെ ഫൈനൽ റിസൾട്ട്. നല്ല രസമുണ്ട്, കാരണം വെയിലത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇച്ചിരി കൂടി ഇത് കണ്ട്. ബ്ലാക്ക് നല്ല ഷെയ്ഡുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബൈ.